ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പ്ലസ് ടു പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ മുഷബ്ബഹ് ബിഹി, അദാത്ത് തഷ്ബീഹ്, വജ്ഹു ഷബഹ് ഇത് കണ്ടെത്തി സെപ്പറേറ്റ് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടരുത്, എനിക്കറിയില്ലല്ലോ. പക്ഷെ നിങ്ങൾക്കിത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ ഉണ്ട് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരില്ല. ഈ മാർക്ക് എന്തായാലും കിട്ടും. നോക്കാമല്ലോ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2, 3, 4 സെൻറ്റൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് താഴെ ബോക്സ് ആയിട്ടോ ക്വസ്റ്റ്യനിലോ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ ഈ 4 നമ്മൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. മിക്കവാറും പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് 4 തരും. മുഷബ്ബഹ് രണ്ടാമത്തേന് പറയാം, മുഷബ്ബഹ് ബിഹി എന്നാണ് പറയാം കേട്ടോ. മുഷബ്ബഹ് ബിഹി എന്ന് രണ്ടാമത്തേന് പറയാം. മൂന്നാമത്തേന് അദാത്തു തഷ്ബീഹ്, അദാത്തു തഷ്ബീഹ് എന്നാണ് മൂന്നാമത്തേന് പറയാം. നാലാമത്തെ വജ്ഹു ഷബഹ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ, ഉദാഹരണത്തിലൂടെ പറയണം, അൽ ഇൽമു വിജ്ഞാനം, അറിവ്, കന്നൂർ പ്രകാശത്തെ പോലെയാണ്, ഫിൽ ഹിദായ നമുക്ക് വഴി കാണിച്ചു തരുന്നതിൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? വിജ്ഞാനം പ്രകാശത്തെ പോലെയാണ്. ഒരു കാര്യത്തെ വേറൊന്നിനോട് കമ്പയർ ചെയ്തിട്ട് പറയും. ഒരു കാര്യത്തെ വേറൊന്നിനോട് കമ്പയർ ചെയ്ത് പറഞ്ഞതിനാണ് എന്ത് പറയാം? തഷ്ബീഹ് എന്ന് പറയാം. അതൊന്നും ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഞാൻ അത് പഠിക്കുമ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഓർമ്മ വേണമല്ലോ, അതുകൊണ്ട് പറയാം. ഇതൊന്നും അറിയേണ്ട നമുക്ക് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്ന സെൻറ്റൻസിൽ എന്തുണ്ടാവും? കാഫ് ഉണ്ടാവും. സെൻറ്ററിൽ നോക്കുക, ഒരു വാക്ക് കാ ചേർത്ത് പറഞ്ഞോണ്ടാ. കന്നൂറീൻ കണ്ടില്ലേ? കൽ ബർഖി കണ്ടില്ലേ? ഈ കാ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സാമ്പിളിൽ ഇതിൽ എന്തുണ്ട്? അദാത്തു തഷ്ബീഹ്, ഈ ഉപമ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമുണ്ട്. ആ അക്ഷരം നിങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും? കാഫായിരിക്കും. നിങ്ങൾക്ക് വരുന്ന ചോദ്യത്തിൽ എപ്പോഴും കാഫായിരിക്കും. അതുകൊണ്ട് അദാത്തു തഷ്ബീഹിൻ്റെ കോളത്തിൽ നിങ്ങൾക്ക് കണ്ണടച്ച് ധൈര്യമായിട്ട് എഴുതാം. നേരെ കൊണ്ടുപോയിട്ട് കാ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ബോക്സ് ഫില്ലായി. അദാത്തു തഷ്ബീഹ് എന്നുള്ള ബോക്സിന് ഇവിടെ 10 സെൻറ്റൻസ് ഉണ്ടെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈ സെൻറ്റൻസിനെ ഈ 4 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് ചോദ്യം. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് പറയണത്. ഇനി ഈ കാഫിൻ്റെ മുമ്പ് വരുന്ന വാക്കില്ലേ, കാഫിൻ്റെ മുമ്പ് വരുന്ന വാക്ക് കണ്ടില്ലേ? ഇതായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? ആ വാക്കായിരിക്കും എപ്പോഴും മുഷബ്ബഹിൽ വരിക. ഓക്കെ, കാഫിന് മുമ്പുള്ളതായിരിക്കും മുഷബ്ബഹിൽ വരിക. അപ്പോൾ ഈ ഒന്നാമത്തെ സെൻറ്റൻസിൽ മുഷബ്ബഹ് എന്താണ്? ഒന്നാമത്തെ സെൻറ്റൻസിൽ മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ മുഷബ്ബഹ് എന്താ? ഈ കാഫിന് മുമ്പുള്ള വാക്ക് ഉസൈൻ ബോൾട്ട് എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ലൈനിൻ്റെ മീനിങ് ഞാൻ പറയുന്നില്ല, കാരണം ഈ സെൻറ്റൻസ് ചോദിച്ചോളണമെന്നില്ല. പക്ഷേ ഈ ഐഡിയ മനസ്സിലുണ്ടായാൽ മതി. കാഫ് ആയിരിക്കും അദാത്തു തഷ്ബീഹിൽ വരിക, കാഫിന് മുമ്പുള്ള വാക്കായിരിക്കും എവിടെ വരിക? മുഷബ്ബഹിൽ വരിക. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയല്ലോ, കിട്ടി. ഇനി ഈ ബോക്സ് അല്ലേ, എന്താണ്? ഈ കാഫിനോട് ചേർന്ന് വരുന്ന വാക്കായിരിക്കും എന്തിൽ വരിക? മുഷബ്ബഹ് ബിഹിയിൽ വരിക. കാഫിൻ്റെ മുമ്പുള്ളത് മുഷബ്ബഹിൽ വരും. കാഫിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തത് മുഷബ്ബഹ് ബിഹിയിൽ വരും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്കത് ഈസി ആയിട്ട് അത് പ്ലേസ് ചെയ്യാം. ഇനിയോ ആ സെൻറ്റൻസിൽ ഏറ്റവും അവസാനം പറയുന്ന കാര്യമായിരിക്കും എന്ത് ചെയ്യുക? വജ്ഹു ഷബഹിൽ വരിക. ഓക്കെ, ഒരു കാര്യത്തെ വേറൊന്നിനോട് കമ്പയർ ചെയ്ത് പറയുന്ന, ഉപമിച്ച് പറയുന്ന ഇതിനാണ് തഷ്ബീഹ് എന്ന് പറയുക. ആ തഷ്ബീഹിന് 4 പാർട്ട് ഉണ്ട്. മുഷബ്ബഹ് ബിഹി, അദാത്തു തഷ്ബീഹ്, വജ്ഹു ഷബഹ്, 4 പാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് സെൻറ്റൻസ് തന്നിട്ട് അതിനെ 4 പാർട്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സെൻറ്റൻസിൽ 2ലും കാഫ് ഉണ്ടാവും, അത് മാർക്ക് ചെയ്യുക. അപ്പോൾ കാഫാണ് 2ലെയും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടൂൾ. ഇതിൽ തഷ്ബീഹ് പറയുന്ന അക്ഷരം അതാണ്, ധൈര്യത്തിൽ എഴുതാം. ഇനി മുഷബ്ബഹ് എന്ന് പറഞ്ഞ കോളത്തിൽ മുഷബ്ബഹ് ബിയും മുഷബ്ബഹ് മാറരുത്. മുഷബ്ബഹ് എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതേണ്ടത് കാഫിന് മുമ്പ് വരുന്ന വാക്കാണ് എവിടെ വരിക? മുഷബ്ബഹിൽ വരിക. കാഫിനോട് ചേർന്ന് വരുന്ന വാക്കായിരിക്കും എവിടെ വരിക? മുഷബ്ബഹ് ബിഹിയിൽ വരിക. ആ സെൻറ്റൻസിൽ ഏറ്റവും അവസാനം വരുന്ന വാക്കായിരിക്കും എവിടെ വരിക? വജ്ഹു ഷബഹ്. ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ആ ആൻസർ അടിപൊളിയായിട്ട് എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക, മിസ്സാക്കാതിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.